പെട്ടെന്ന് വാ അയ്യോ കണ്ണ് കണ്ടൂടാ. ഹെൽമെറ്റ് തല തിരിച്ചിട്ടിട്ട് കണ്ണ് കണ്ടുകൂടാന്ന്. ഏതാടാ ഇത്? ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരുത്തനാണ്, പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ഹെൽമെറ്റ് ഇങ്ങനെ ഇട്ടിട്ടില്ല. പെട്ടെന്ന് വാ ഓ നാച്ചുറൽ ആക്ടിങ് അത്ര റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ആണെന്ന് കണ്ടാ പറയില്ല. എന്താണ് കൈസി അമ്മച്ചി കാണിക്കുന്നത്? ആരും കണ്ടില്ല ഭാഗ്യം. ഇത് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലാണ് ഇട്ടത്, അതുകൊണ്ട് ആരും കണ്ടില്ല ഭാഗ്യം. എന്താടാ ഇത്? തൊലി ഉരിഞ്ഞു പോന്ന്. ഏതാടാ ഇത്? ഒലിപ്പിക്കുന്ന കേസ് ഇവള്. ക്യൂട്ട്നെസ് ഒലിപ്പിച്ച് വെറുപ്പിക്കുന്നു. ഞാൻ ചിലപ്പോ ഇതിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമാവും. ഇത് തലക്ക് സൂല്ലാത്ത തോന്നുന്നു. എനിക്ക് ചെരുപ്പ് വാങ്ങിക്കാനാണ് ലുലു മാളിൽ പോണം. അവിടെ പല സാധനം കണ്ടെന്ന് വരും. അത് വേണം ഇത് വേണമെന്ന് പറയരുത്. ക്യൂട്ട്നെസ് വേഗം ഞാൻ പറയുന്നു. അതിന്റെ റിയാക്ഷൻ നോക്കുക. എന്തോ ഇല്ല മന്ന ബുദ്ധി കാണിക്കൂലേ, അതുപോലെയാണ് ഇത് കളിക്കുന്നത്. ഇത് കണ്ടിട്ട് മാനസിക അതിനെന്താ പറയാ, മാനസിക ആരോഗ്യ കേന്ദ്രം. ആടെ പോയൊരു ഫീല് കിട്ടുന്ന എനിക്കിത് കാണുമ്പോ. എനിക്കിതെല്ലാം വേണം. മൂക്കില് പല്ല് മുളക്കാനായി അമ്മച്ചി. ക്യൂട്ട്നെസ് തൂറി മെഴുക്കി വെറുപ്പിക്കുന്നത്. എടേ അതിന് ബക്കറ്റ് എന്തെങ്കിലും വെച്ചോടുക്കടേ. അതിന് മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിച്ച് മനസ്സിലാകുന്നില്ലേ? അതിന് തൂറാൻ മുട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. തൂറി വെക്കല്ലേ, ഇത് ഹൈപ്പർ മാർക്കറ്റാണ്, വീടൊന്നല്ല. എടേ ആടെ ആരെങ്കിലും ഒരു ബക്കറ്റ് വെച്ചോടുക്കടേ. തള്ള ഇപ്പൊ തൂറി മെഴുകും. ആ സെറ്റ് ഇനി ആരെങ്കിലും വന്നൊന്ന് കോരിക്കോ. അത് ഇത് നാട്ടുകാരങ്ങനെ കണ്ടോണ്ടിരിക്കുന്നതാ. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടല്ലേ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്. എവിടെ പോണാ? എന്തിന്? മെട്രോയില് കളിക്കാനുള്ള ഒലിയുരിഞ്ഞു പോന്ന്. നിനക്ക് പറയാൻ ഡയലോഗൊന്നും ഇല്ല. തള്ളയെ മൂക്കില് പല്ല് വന്ന്. ഇതിനെന്തെങ്കിലും ബുദ്ധിക്കുറവുണ്ടാ? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്. അതിന്റെ ഓട്ടോ നടത്താലും നോക്കുക. 3 വയസ്സിലെ കുഞ്ഞിക്ക് ഇതിനെക്കാളും വൃത്തിക്ക് നടക്കാൻ അറിയാം. ആനേന്റെ ശരീരവും കൊണ്ട് ആമക്കുഞ്ഞിന്റെ കളി കളിക്കല്ലേ തള്ളേ. മെട്രോയില് പമ്പരം ഇറങ്ങാനല്ലേ? നീ എന്തിനാന്ന് ഒരു പേര് തൂറാമുട്ടി പോലെ ചന്തി തള്ളിപ്പിടിക്കുന്നത്? അല്ല ഇനിയിപ്പോ അതും ക്യൂട്ട്നെസ് ആണോ? അമ്മച്ചി വീട്ടുകളമ്മച്ചി സൂലാത്ത ആന്റി ചെയ്ത് ഇതിനെ വെറുത്തിന്റെ വീട്ടുകാരെന്നെ എന്റെ തലക്കടിച്ചാന്ന് തോന്നുന്നു. പോത്തിന്റെ ശരീരവും കൊണ്ട് കോഴിക്കുട്ടിയാവാൻ നോക്കാനുള്ള ശ്രമം. ഹെൽമെറ്റ് ഇടാൻ അറിയാത്തതിനാണ് നീ ലൊക്കേഷൻ നോക്കാൻ കൊടുക്കുന്നത്. ഇനി അങ്ങോട്ട് ചേച്ചി ഇതെല്ലാം 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ട സാധനമാണ്. ലെഫ്റ്റ് റൈറ്റ് ഒന്നും അറിയില്ല. ഇനി മലയാള അക്ഷരമാലയിൽ എറിന് പകരം കറ് എഴുതുന്ന ടീമായത്. മല ഹെൽമെറ്റ് കൊടുക്കത്തെ ക്യൂട്ട്നെസ്സും മതിയായി തള്ള ഒന്ന് വെച്ചിട്ട് പോവോ. എടാ നിനക്ക് ആ ഫോൺ പിടിച്ചെന്നാ പിന്നെ ലൊക്കേഷൻ നോക്കിയാ പോരെ. എനിക്ക് ക്യാമറ പിടിച്ച് ഇവിടെ ക്യൂട്ട്നെസ് ഒപ്പിയെടുക്കാൻ നിനക്ക് കൈയുണ്ടല്ലോ. എനക്കൊന്ന് ഈ ക്യാമറാമാൻ മിക്കവാറും നീലക്കുയിലിന്റെ ആരോ ആണെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇങ്ങനെ ഉളുപ്പില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ ഇവനെ കൊണ്ട് മാത്രമേ പറ്റൂ. എന്ത് ക്രിഞ്ചടാ ഇത്. അയ്യോ ചേച്ചി റൈറ്റ് അതല്ല, ബാക്കിലോട്ട് ഒരു റോഡ് കണ്ട അങ്ങോട്ടാണ് റൈറ്റ്. ലെഫ്റ്റ് റൈറ്റോ മിററിന് ഒട്ടിച്ചു കൊടുത്ത് പോരാത്തതിന് ഹെൽമെറ്റിന് ഒരു അവാർഡ് തരട്ടെ. രണ്ടിനും കൂടി അഭിനയ സിംഗം തന്നെ. രണ്ടും ഇവിടെ വേട്ടാവളിയാ. എന്നാ പിന്നെ നിനക്ക് കയ്യിൽ വെച്ച് ലൊക്കേഷൻ നോക്കിയാ പോരെ. ഏതടാ ഈ വടലേ? ആ ഞങ്ങളെ നാട്ടില് പിന്നെ 500 രൂപേന്റെ മഞ്ചല്ലേ. കള്ളെല്ലാം പോലെ
ധൈര്യം ഉണ്ടെങ്കിൽ ഈ മഞ്ചെടുത്ത് നോക്കാം. ഓ കാക്കേനോട് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ മഞ്ചെടുത്തോണ്ട് പോയി. അഭിനയ സിംഗം തന്നെ. എടാ എന്താടാ ഇത്, എന്തൊരു വെറുപ്പിക്കലാടാ ഇത്. കല്ല് അടവ് കാണിച്ചത് അവിടെ ഇരിക്കാം. നോക്ക് 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 നോക്ക്. എടാ പട്ടി, നീ എന്നെ മഞ്ചെടുക്കുമല്ലേ? ആ വെള്ളത്തിലോ കായലിലോ നോക്ക്, എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടാവും. അതിന് നിന്നെക്കാളും ബുദ്ധി ഉണ്ടാവും. നമുക്കൊരു എയിം വിളിച്ചാലോ? ചേച്ചി ഒരു അഭിനയ സിംഗം തന്നെ. ഏതാ ക്യൂട്ട്നെസ് ഒന്ന് നോക്ക് ഗൈസ്. ഞാൻ സിനിമയുടെ ആക്ഷൻ കാണിക്കും. ഇപ്പൊ അത് ഏത് സിനിമയാണെന്ന് പറയാം. ഫസ്റ്റ് ഒക്കെ പറയട്ടാ. കൊറേ അടുത്ത് വരണ്ട, തൈലത്തിന്റെ മണം അടിക്കുന്നു. ഇതിന് എന്താടാ വയ്യാണ്ടായ, ഇത് എന്താ നീ കാണിക്കുന്നത്? എടാ ഇത് പബ്ലിക്കിൽ നിന്നാടാ ഇങ്ങനെ കാണിക്കുന്നത്. എന്തൊരു തൊലിക്കെട്ടിയാടാ ഇതിനല്ലോ. എന്റെ അമ്മ ഇതിന്റെ എല്ലാം തൊലിക്കെട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാനെല്ലാം എവിടെ ഒത്തിട്ടുണ്ടാവും. ഹെൽമെറ്റ് പോലും ഇടാൻ അറിയാത്ത നീയാന്ന് വണ്ടി ഓടിക്കല്. നല്ല കാര്യം. നിന്നെ ഓടിക്കാൻ ആരെങ്കിലും വന്നിട്ടാണോ നീ വണ്ടി ഓടിക്കല്? കൊള്ളാം, എനിക്ക് എന്റെ ജീവൻ കളയാൻ പറ്റില്ല. വണ്ടി ഇട്. ഏതാ സാധനം ഇത്? ഒരു സിനിമ ഓടിക്കട്ടെ ഞാൻ. ചേച്ചി അത്ര റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. അഭിനയ സിംഗം തന്നെ. നോക്കി നിൽക്കാണ്ട് ആന്റീനെ വേഗം എണീപ്പിക്കട. നീലക്കുയില് അതിന് വാദത്തിന്റെ അസുഖമുണ്ട്. ഷുഗറിന്റെ ഗുളിക തിന്നണ്ടതാന്ന് വീട്ടിൽ പോയിട്ട്. മലയിലെ കാരണം നീ ഇങ്ങോട്ട് വന്നു. ഞാൻ അതിന്റെ കുറേ കൂടെ ഇതെന്താ കൈ? എന്താടാ ഈ തള്ള കാണിക്കുന്നത്? എടാ ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അറിയാത്തോണ്ട് ചോദിക്കാൻ, നിന്റെ തലക്കെന്തെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാമിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടോ? നാട്ടുകാരെ വെറുപ്പിച്ച് മുടിക്കാന്നും പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും കരാറെടുത്തിട്ടുണ്ടോ? മനസ്സിലാകുന്നില്ല എന്നാന്ന്. ആ മരം പൊട്ടി തലയടിച്ചാടെ വീണാ മതി. ഇനി ഒറ്റത്തടഞ്ഞ് തീരുമല്ലോ ഇത്. പിന്നെ ഞങ്ങൾ ഈ റീലൊന്നും കാണേണ്ടി വരില്ലല്ലോ. കുണ്ടർ ജോയ് വാങ്ങിക്കണം. കുണ്ടർ ജോയി അല്ല, മുട്ടുവേനന്റെ മരുന്ന് വാങ്ങി തരാൻ പറ. എന്തൊരു വെറുപ്പിക്കലടാ ഇത്. ഇതിന്റെ എക്സ്പ്രഷൻ എല്ലാം നോക്കുക. 3 വയസ്സിലെ കുഞ്ഞി തോക്ക് ഇതിനെ കണ്ടിട്ട്. എലിൻ ജോസിന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റിയ സാധനം. കള്ളാവോ എന്റെ ചെരുപ്പ്? ഇതിപ്പോ മേടിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് മേടിക്കാൻ പൈസ പൈസ ചോദിച്ചെടുത്ത്. അതിനാടെ ബാക്കിൽ ഒരു പാത്രം വെച്ച് കൊടുക്കടാ നീലക്കൂലേ. അതിപ്പോ തൂറാൻ മുട്ടുന്നുണ്ടായിന്. അതിന്റെ മുഖം കണ്ടില്ലേ? ചേച്ചി എക്സ്പ്രഷൻ ഇടുമ്പോൾ നോക്കിയിടണ്ട ചേച്ചി. ഒരുമാതിരി ക്യൂട്ട്നെസ് ഇടാൻ നോക്കിയിട്ട് ഒരുമാതിരി തൂറാൻ മുട്ടിയ പോലെയാണ് നീ എക്സ്പ്രഷൻ ഇടുന്നത്. സൈലിട്ട് വീട്ടിലിരിക്കേണ്ട പ്രായത്തിൽ അമ്മച്ചി കിണ്ടർ ജോയ് തിന്ന് ക്യൂട്ട്നെസ് മെഴുകുന്നു. സത്യം പറയാലോ, വളരെ മോശമായി പോയി. സ്ത്രീ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിക്കാണ് അവര് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഇതാരടാ ഇത്? ഇതെന്ത് ട്വിങ്സാ? നേരത്തെ ഇതിനെ പോലെയല്ലേ ഒന്നിനെ ക്യൂട്ട്നെസ് ഒപ്പിച്ച് തൂറ് മെഴുകി കണ്ടത്. ആരടാ ഇത്? സത്യം പറയാലോ, വളരെ മോശമായി പോയി. സ്ത്രീ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിക്കാണ് അവര് വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചേച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഊക്ക് കിട്ടുമ്പോഴും പ്രൊമോഷൻ വരുമ്പോഴും മാത്രം ചേച്ചി ക്യൂട്ട്നെസ് ഇടാൻ മറന്നു പോകും. എന്തേന്നറിയില്ല, അത് അങ്ങനെയാണ്. ഈ ഊക്ക് കിട്ടുമ്പോൾ കിടന്ന് കാറി വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അത്ര പോരെ നാട്ടുകാരെ വെറുപ്പിക്കുന്നുണ്ട്. അവർ ചെയ്തത് തെറ്റാണ്. അവർ കുറച്ച് ഓവർ ആക്കിയിട്ടാണ് ചെയ്തത്. സത്യം പറയാലോ, വളരെ മോശമായി പോയി. സ്ത്രീ എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് സത്യം പറയാലോ വളരെ മോശമായി പോയി. സ്ത്രീ എന്നുള്ളൊരു നിലയ്ക്ക് ഇങ്ങനെ ക്യൂട്ട്നെസ് സ്റ്റോറി മെഴുകി വീഡിയോ ചെയ്യുന്നത് നല്ല പോറാണ്, വെറുപ്പിക്കലാണ്. മറ്റില്ല പെണ്ണുങ്ങൾക്കും കൂടി നിങ്ങൾ അപമാനാണ്. ചേച്ചി ഈ ഊക്ക് കിട്ടുമ്പോൾ കാറെ വിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനത്തെ വെറുപ്പിക്കുന്ന വീഡിയോസ് ചെയ്യുമ്പോൾ ആലോചിക്കണം. നിങ്ങൾക്ക് ആകെ പറയാനുള്ള ഒരു കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ട്നെസിന്റെ ഒരു ഇഷ്യൂ ആണ്. അത് ശരിക്കും ഞങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിക്ക് ആ ഒരു കോണ്ടന്റ് പിടിച്ചു പോവാണ്. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്യൂട്ട്നെസ് സ്റ്റോറി മെഴുകി നാട്ടുകാരെ വെറുപ്പിക്കുന്നതിനാണോ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് പറയാം. നിങ്ങൾ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് അടിച്ച് റീച്ച് ഉണ്ടാക്കാനാണ് നോക്കുന്നെങ്കിൽ എന്തായാലും ഊക്ക് കിട്ടും. പിന്നെ ഊക്ക് കിട്ടുമ്പോൾ കിടന്ന് കാറിയിട്ട് കാര്യമില്ല. പറഞ്ഞത് നന്നായി. ഞാനത് വിചാരിച്ച് സുഖമില്ലാത്ത ആന്റിയാണ്. മുട്ടുവേനന്റെ മരുന്ന് തേച്ച് വീട്ടിലിരിക്കേണ്ട പ്രായത്തിൽ ആന്റി ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ നല്ല കാര്യം. നീലക്കുയില് പോലെ ബാക്കിൽ ഒരുത്ത ക്യാമറ പിടിച്ചോണ്ട് നടക്കും. ഒരു പെണ്ണിങ്ങനെ ഫ്രണ്ടിൽ നടന്ന് ക്യൂട്ട്നെസ് സ്റ്റോറി മെഴുകും. ഏത് യൂണിവേഴ്സിറ്റിയുടെ ഇത്? ഇവരെല്ലാം 2025 തന്നെ ജീവിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാകുന്നില്ല, ഇവർക്ക് എന്താ ക്രിഞ്ച് അടിക്കാത്ത ഇവരെ വീഡിയോസ് കാണുമ്പോൾ? റോട്ടിലേക്ക് കൂടി പോകുന്ന ആൾക്കാർക്ക് ആടെ വണ്ടി നിർത്തി അതെടുത്ത് മീൻ വറുത്ത് തിന്നാനുള്ള സാധനമാണ് അത്.
ഞാൻ നിക്കണ കാണാൻ എന്താ രസം, ചുമ്മാ ഇരി പറക്കാ. കാട്ടിൽ വെള്ളം പറഞ്ഞ എടി ഇതിന് എന്താടാ വയ്യാണ്ടായ കുറച്ച് ആന്റിമാരെയും കൊണ്ടുവന്ന് ഇവരെന്താടാ ഈ കാണിക്കുന്നേ? ആദ്യമായിട്ടല്ലേ? കേറ് കേറ്. ട്രെയിനിൽ കയറാൻ പോന്നാ ഇനി ഞങ്ങളെന്നാ വേണ്ടേ? ഇതിലെന്തിനാ ഞങ്ങളെ കാണിക്കുന്നേ? ഇതിനെല്ലാം കുറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ത് കണ്ടിച്ചാടാ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് ക്യൂട്ട്നെസ് സ്റ്റോറി മെഴുകലല്ലാണ്ട് ഇത് വേറെന്ത് കാര്യം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡ്യൂക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കൊരു ഡ്യൂക്ക് എടുക്കണം, വോട്ട് ചെയ്യണം, ആ ഒരു മൈൻഡ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഡ്യൂക്കിന്റെ വീഡിയോസ് ആരിട്ടാലും ഞാൻ എടുത്ത് സ്റ്റോറി ഇടും. ഡ്യൂക്ക് ബൈക്ക് മാത്രം പറഞ്ഞ രീതിയിലുള്ള വീഡിയോ എവിടെ കണ്ടാലും ഞാൻ അപ്പൊ ഒരു ബൈക്കറായിരുന്നു. അങ്ങനെ ഇതൊരു നല്ല അടിപൊളി ഡ്യൂക്ക് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ ബൈക്ക് കണ്ട് ഇക്കാന്റെ തോളത്ത് കയറി. കുറച്ച് കഴിയുമ്പോ ബൈക്ക് വിറ്റപ്പോ ബൈക്ക് വിറ്റവന്റെ കൂടെ പോയി. വണ്ടി കയറാൻ വണ്ടി കയറാൻ പോവാന്ന് എന്തിനാ? എന്തിനാ നിനക്ക് മനസ്സിലാവുന്നില്ല? ഇവരിക്കെല്ലാം എന്തിനാ നീ കുണ്ട്രജോയിൽ ആരാടാ കുണ്ടകം കൊടുത്തത്? ഈ കുറെ ഗേൾസ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്. ഇവർ ഈ ക്യൂട്ടിന് സ്റ്റോറി മെഴുകാൻ വേണ്ടി എനിക്ക് കുണ്ട്രജോയ് വേണം. ഈ കുണ്ട്രജോയിൽ എന്നാടാ ഇല്ലത്? ഭയങ്കര വെറുപ്പിക്കലാട്ടാ സത്യം പറയാലേ. ഗൈസ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എല്ലാം നിങ്ങൾ ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത എന്തെങ്കിലും കണ്ടന്റിന് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മസ്റ്റായിട്ട് ഒരു കമൻറ്റ് ചെയ്യുക ഗൈസ്. എല്ലാവരും വീഡിയോക്ക് മസ്റ്റായിട്ട് ഒരു കമൻറ്റ് ചെയ്യുക. എൻ്റെ കമൻറ്റ് നല്ല കുറവാണ് വീഡിയോക്ക്. ലവ് യു ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.